1 മണിക്ക് ചായ കുടിക്കുന്ന ആളെ ഞാൻ ആദ്യമായിട്ട് കാണുക. എടി മോളെ എന്നെ ഞാൻ പറഞ്ഞിടിപ്പിച്ച എനിക്ക് അത്രയ്ക്ക് വിറയ്ക്കുന്നുണ്ട്. അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളു, ചായ കുടിച്ചാലേ ചോറ് കഴിക്കത്തില്ല. അത് കുടിക്കുമ്പോൾ കഴിക്കുമ്പോൾ കഴിച്ചാൽ മതി. എല്ലാത്തിനും മറുപടി ഉണ്ട് കാത്തുൻ്റെ കയ്യിൽ, എല്ലാത്തിനും മറുപടി ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ഇതെന്തോ പറയല്ല, ഉരുളക്കുപ്പേരി. ശരി നോക്ക്, ആരും ഇറങ്ങി വന്ന് പറയുന്നില്ല നീ ഇത് അത് പറയുന്നോ. നമുക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തരാൻ മനസ്സുണ്ട് തരികയാണെങ്കിൽ 2 കൈ കൊണ്ട് മേടിച്ചൊന്ന് കഴിക്കും. അത് വേണമെന്നത് വേണ്ടാത്ത കഴിക്കാനൊക്കെ പറ്റത്തില്ല. പിന്നെന്തുവാ നമുക്ക് വേണ്ടാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഇപ്പം വേണ്ടാത്തതായിട്ടൊന്നുമില്ല ലോകത്ത്. ഉണ്ടായിരുന്നു, ആ സമയമൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പൊ ആരാ എന്താ തരുന്ന 2 കൈ നീട്ടി ഇരിക്കുക ഇങ്ങാട്ടിങ്ങാട്ട്. അതും ഒരു സമയമാണ്. ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയുന്നല്ലോ, ഓരോ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് വിശപ്പല്ല ചമ്മ, പിന്നെ അത്യാഗ്രഹം അല്ല, കൊതി. ഇത് തന്നെ കൊതി. ഇതിന്റെ പേരാണ് കൊതി. അവലീസ് പൊടി കൊതി, പിന്നെ പലഹാരക്കൊതി, അതെന്തുവാ യാക്കാന്നോ ചായക്കൊതി. ഞാൻ ഒരു ദിവസം കുടിക്കൊന്നും ആഗ്രഹിച്ചില്ലല്ലോ. ആഗ്രഹിച്ചില്ലയോ? അത് ഓരോരുത്തർ ഇനിയിപ്പോ ഇനി ആരും അയക്കല്ലേ. അച്ഛമ്മക്ക് അവലീസ് പൊടിയോട് ആഗ്രഹമൊന്നും ഇല്ല കേട്ടോ. ആരും ഇനി അവലീസ് പൊടി അയക്കല്ലേ. പറഞ്ഞല്ലോ. അല്ല, അവലീസ് പൊടി വേണോ വേണ്ടയോ? വേണം. വേണേന്താനും, എന്നാ ഗർവം അങ്ങോട്ട് വിടാനും വയ്യ. ഇപ്പം വേണ്ടെന്നാ പറഞ്ഞ. അമ്മ ഈ ചായ കുടിച്ചോണ്ട് ഇരിക്കുമ്പോ വേണ്ടെന്നാ പറഞ്ഞ കേട്ടോ. അല്ല, അവലീസ് പൊടി ഇനി അങ്ങോട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല അച്ഛമ്മ. പറയിക്കല്ലേ, ഞാൻ പറയിക്കുന്നതാണോ? അച്ഛമ്മ അല്ലയോ പറഞ്ഞേ അവലീസ് പൊടി വേണമെന്ന്? ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന്. അത് ഇപ്പോഴത്തെ കാര്യമാ പറഞ്ഞു മനസ്സിലായോ? കാലമുള്ള കാര്യം പറഞ്ഞില്ല. അതെ അതെ, ആരും തെറ്റിദ്ധരിക്കല്ലേ. അച്ഛമ്മ ഇപ്പോഴത്തെ കാര്യമാ പറഞ്ഞ കേട്ടോ. ചായ കുടിച്ചു, ചായ കുടി കഴിഞ്ഞേ ഇനി 4 മണിക്ക് വേണ്ടല്ലോ. തന്നാ കുടിക്കും. 4 മണിയല്ല, ഇച്ചിരി കഴിഞ്ഞ് തന്നാലും കുടിക്കും. അങ്ങനെ ചായ ഒരുപാട് കുടിച്ചുകൂടാ. ചായ ആരോഗ്യത്തിന് അത്ര നല്ലതൊന്നും അല്ല കേട്ടോ, ഹാനികരോ. ഹാനികര. എല്ലാ കാര്യങ്ങളും അറിയാൻ കേട്ടാമേ. ചായ ആരോഗ്യത്തിന് ഹാനികരമാണ്, സ്വന്തമായിട്ട് അങ്ങ് പറയുക. എന്നിട്ട് പറയാം ഇച്ചിരി കഴിഞ്ഞ് ഇച്ചിരിയുടെ ചായ കൊടുത്താലും കുടിക്കുമെന്ന്. എന്തൊരു കഷ്ടമാ നോക്ക് ദൈവമേ. കഷ്ടത്തിന്റെ പുറത്തെ കഷ്ടമാ. അതെ അതെ ദൈവമേ. നാളെ നിങ്ങളിത് ഓരോന്നും പറഞ്ഞ് വിഷമിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകും. അതെ അതെ. എന്തിന്? അല്ല, എന്നിൽ നിന്നുള്ള ഗുണം കൊണ്ടല്ല, തമാശകള്. അതിന് ഇപ്പഴങ്ങ് പോയൊന്നും വേണ്ട. ഇന്നാള് പറഞ്ഞില്ലേ, അത് നമുക്ക് ചിന്തിക്കാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ മോളെ? അത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അത് എന്നിട്ട് ഇന്നാള് പറഞ്ഞോ, ഞാൻ അത്ര പെട്ടെന്നൊന്നും പോവത്തില്ല, എനിക്ക് കുറച്ചുകൂടെ ഒക്കെ തിന്നു തീർക്കാനുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞ ആളാ. അതും ശരിയായിരിക്കും. 2-3 അവധി കഴിഞ്ഞതാ. എന്നിട്ടൊന്നും പോയില്ലല്ലോ. അതെ, മണ്ടാനത്ത് തന്നെ എത്ര വട്ടം പോയിച്ചു തിരിച്ചു വന്നു. എന്തുകൊണ്ടാ? തിന്നു തീരാനുണ്ട് ഇനി. ഗുരുവായൂരപ്പ അതന്നെ, തീർന്നു കഴിയുമ്പം പിന്നെ ആ ചീട്ട് വെട്ടിയേ തീരും. കുരിച്ചിടും. അങ്ങനൊന്നും പോകത്തില്ല. ഞാനൊക്കെ പോയിട്ടേ അച്ഛമ്മ പോകത്തുള്ളൂ. അങ്ങനെ പറയാതെ വെച്ചാ ദൈവമേ, അതിനറിവില്ലാതെ അത് പറഞ്ഞു. അയ്യോ.